ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾ എങ്ങടാ റബ്ബറും കാട്ടിൽ കൂടെ പോകണമെന്നല്ലേ. അങ്ങനെ ഇന്ന് ഓപ്പയുടെ വീടിൻ്റെ പാലുകാച്ചൽ അതേപോലെ ഫംഗ്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അവിടേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. അതായത് ഉത്രാടം ദിവസത്തിൻ്റെ അന്നായിരുന്നു വീഡിയോ ഇടാൻ കുറച്ച് വൈകി പോയതാണ്. അങ്ങനെ രാവിലെ ഓപ്പയുടെ വീട്ടിലെ പാലുകാച്ചലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ദിവസം തന്നെ ആയിരുന്നു കേട്ടോ ഫംഗ്ഷനും വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ വീട് പാല് കാച്ചുന്നതിൻ്റെ 2 ദിവസം മുന്നേ എടുത്ത വീടിൻ്റെ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല അടിപൊളി വീടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓപ്പയ്ക്ക് കുടിയിരിപ്പിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു ഫാനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പാല് കാച്ചുക അതേപോലെ കുടിയിരിപ്പ് എന്നൊക്കെയാണ് കേട്ടോ പറയുക. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഈ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഏത് സമയമാണ്. അപ്പോൾ നമുക്ക് ഉത്രാടം ദിവസം ആവുക കാരണം നമ്മുടെ റിച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവളുടെ ബർത്ത്ഡേ അതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വൈകി പോയതാണ്. അങ്ങനെ വന്ന വഴി തന്നെ ഞാൻ നേരെ ഉള്ളിലേക്ക് പോയി അവിടെയുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓപ്പയുടെയും അതേപോലെ രാധേട്ടൻ്റെയും വീട് എന്നുള്ളൊരു സ്വപ്നം ഇവിടെ പൂവണിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തുമ്പിക്കുട്ടിയും ചിക്കും ഒക്കെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ഫംഗ്ഷനും അതേപോലെ ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ നമ്മളെല്ലാവരും ഒത്തുകൂടുമ്പോൾ ഭയങ്കര രസമാണ് അല്ലേ. അങ്ങനെ ഒരുപാട് പേരെ കാണാൻ പറ്റി. ദൂരത്തുള്ളവരെ അതേപോലെ അടുത്തുള്ളവരൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അവരുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവരോട് കുറേ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഓപ്പേനെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഓപ്പയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വീഡിയോ എടുത്തു. പിന്നെ ഓപ്പയുടെ ഹസ്ബൻഡ് ഇതാണ് രാധേട്ടൻ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. തുമ്പിക്കുട്ടി ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഓണായതുകൊണ്ട് നമ്മുടെ വീട്ടിൽ സദ്യ കഴിച്ചിട്ടാണ് നമ്മൾ നെയ്ച്ചോറും അതേപോലെ കറി ഒക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് 2 സദ്യയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഓണത്തിന് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഓണസദ്യ ഉണ്ടായിരുന്നു, പിറന്നാൾ സദ്യയും കൂടിയാണ്. പിന്നെ രണ്ടാമത്തെ സദ്യ ഓപ്പയുടെ വീട്ടിലാണ്. അപ്പോൾ ഇത് സന്ധ്യേച്ചിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഓപ്പയുടെ കുടിയിരിപ്പിൻ്റെ വീഡിയോ അതേപോലെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.